ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ദിവസം കൂടെ കാണുവാൻ ഇടയാക്കിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 41 മുതൽ 43 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി 42 അധ്യായം 1 വാക്യം. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? കനാനിൽ ക്ഷാമം അതികഠിനമായപ്പോൾ മിസ്രയീമ്യ ഗവർണറായ യോസെഫിൻ്റെ അടുത്തേക്ക് യാക്കോബ് തൻ്റെ മക്കളെ അയക്കുന്നു. അങ്ങനെ അവർ യോസെഫിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നതാണ് ഇന്നത്തെ വായന ഭാഗം. തങ്ങളുടെ സഹോദരനായ യോസെഫ് മരിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ അത്രയും കാലം ജീവിച്ചവരാണ് ഈ സഹോദരങ്ങൾ. എന്നാൽ ഇവിടെ നാം കാണുന്നത് ദൈവിക പദ്ധതി പ്രകാരം സ്വന്തം സഹോദരങ്ങൾക്കായി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു സഹോദരനെയാണ്. തന്നെ തിരിച്ചറിയാത്ത സഹോദരങ്ങളെ പരീക്ഷിക്കുകയും ക്ഷേമത്തോടെ അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു നീതിമാനായ മനുഷ്യനെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ക്ഷാമകാലത്ത് ലോകത്തിന് സഹായിയാകുന്ന യോസെഫ്. ഫറോ രാജാവിൻ്റെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നതിലൂടെ ദൈവത്തിൻ്റെ തീരുമാനം മനസ്സിലാക്കുവാൻ യോസെഫിന് സാധിക്കുന്നു. അങ്ങനെ വരാനിരിക്കുന്ന 7 വർഷം സമൃദ്ധിയുടേതാണെന്നും അടുത്ത 7 വർഷങ്ങൾ കൊടും ക്ഷാമത്തിൻ്റെതാണെന്നും മനസ്സിലാക്കിയ യോസെഫ് ദൈവാശ്രയ ബോധത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് രാജാവിനെ സഹായിക്കുന്നു. അങ്ങനെ ക്ഷാമകാലത്തെ നേരിടുവാനുള്ള ബുദ്ധിമുട്ടില്ലാത്ത ഏവർക്കും പ്രയോജനകരമായ മാർഗങ്ങൾ ഇവിടെ യോസെഫ് നിർദ്ദേശിക്കുന്നു. അങ്ങനെ ശരിയായ തീരുമാനമെടുക്കുന്നതിൻ്റെ നന്മകൾ ഏവരും അനുഭവിക്കുന്നതായി നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 57 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസെഫിൻ്റെ അടുക്കൽ വന്നു എന്ന്. മാത്രമല്ല, യോസെഫിൻ്റെ കുടുംബത്തിനും ഇത് രക്ഷയുടെ വഴിയായിട്ട് തീരുന്നു. ഉൽപ്പത്തി 42 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന യാക്കോബ് പറഞ്ഞ് തൻ്റെ മക്കളെ മിസ്രയീമിലേക്ക് അയക്കുന്നതാണ് നാം കാണുന്നത്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച യോസെഫിനെ തക്ക സമയത്ത് ദൈവം ഉയർത്തുന്നതായി കാണുന്നു. ക്ഷാമകാലത്ത് ലോകത്തിന് മുഴുവൻ, അതോടൊപ്പം തൻ്റെ കുടുംബത്തിനും സഹായിയാകുന്ന ഒരു യോസെഫിനെ നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഓർക്കുക, ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസ്തതയ്ക്ക് തക്ക പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. രണ്ടാമതായിട്ട്, കുറ്റബോധം മനസാക്ഷിയെ ഉണർത്തുന്നു. ക്ഷാമകാലത്ത് ധാന്യം വാങ്ങുവാൻ മിസ്രയീമിലെത്തിയ സഹോദരങ്ങളെ യോസെഫ് തിരിച്ചറിയുന്നു. എന്നാൽ അവർക്ക് യോസെഫിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് യോസെഫ് അവരെ പരീക്ഷിക്കുന്നു. മാത്രമല്ല, 3 ദിവസത്തേക്ക് തൻ്റെ സഹോദരന്മാരെ തടവിലാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു വലിയ കുറ്റബോധം ഉണ്ടാകുന്നു. അത് അവരുടെ മനസാക്ഷിയെ തന്നെ ഉലയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 42 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണ സങ്കടം കണ്ടറിയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറയുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. ഇവിടെ യോസെഫ് സകലരുടെയും രക്ഷകനാകുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ കുറ്റബോധത്താൽ നീറി പുകഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുറ്റബോധം അവരുടെ മനസാക്ഷിയെ തന്നെ ഉണർത്തുന്നു. അത് അവരെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും മനസ്സിനെ അലട്ടുന്ന ജീവിതക്രമങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും ഞങ്ങൾ ശോധന ചെയ്യുന്നു. നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവാശ്രയ ബോധത്തിൽ തുടർന്നും ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.